ഹായ് ഓൾ, ദിസ് ഇസ് അഭയ് ഫ്രം പ്രപ്വൈസ്. പ്ലസ് ടുവിന് ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി പ്രപ്വൈസ് സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഹലോ. അപ്പോ നമ്മളിന്ന് CUET 2024 ബയോളജി ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പൊ എൻ്റെ പേര് നിവേദ്. നമ്മളിപ്പോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കടക്കാം അല്ലെ. അപ്പൊ നിങ്ങൾ എക്സാം ഒക്കെ അടുത്ത് വരികയാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യാൻ നോക്കുന്നതാണ് ഇപ്പൊ പറ്റിയൊരു നല്ല കാര്യം. ഇപ്പൊ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് വായിച്ചോളെ. എല്ലാവരും കഴിയുന്നതും വേഗത്തിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ വേഗത്തിൽ തന്നെ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ബയോന്റെ കേസിലായാലും ഏതിന്റെ കേസിലായാലും. അപ്പോ എല്ലാവരും ഒന്ന് വേഗം വായിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് ദ ഫാക്ടേഴ്സ് കോസിങ് ദ പുവർ ഹെൽത്ത് ഓഫ് എ പേഴ്സൺ. ഓക്കെ, അപ്പൊ നമ്മൾ വേഗം ഓപ്ഷൻസ് നോക്ക്. അപ്പൊ ഞാൻ എന്നാല് ആൻസറിലേക്ക് കിടക്കാം അല്ലെ. ആൻസർ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഡി ഓൺലി, ഹാവിങ് ഗുഡ് ഹീറ്റിംഗ് ഹാബിറ്റ്സ്. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ നോട്ട് ദ ഫാക്ടർ ഓഫ് പുവർ ഹെൽത്ത് ഓഫ് എ പേഴ്സൺ ചോദിച്ചേ. അപ്പോ ജനറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒബ്വിയസ്ലി എന്താണ്, പുവർ ഹെൽത്ത് ആണ്. നമുക്ക് ശാരീരികമായിട്ട് ഫിസിക്കലായിട്ട് മെന്റലായിട്ടൊക്കെ പ്രോബ്ലം ഉണ്ടാവും. പിന്നെ ഇൻഫെക്ഷൻസും പുവർ ഹെൽത്തിന്റെ ഒരു ഇതാണ്. അതുപോലെ തന്നെ അൺബാലൻസ്ഡ് ഡയറ്റും ക്ലീൻ വാട്ടർ എടുത്താലും പുവർ ഹെൽത്ത് തന്നെയാണ്. പിന്നെ ഹാവിങ് ഗുഡ് ഹീറ്റിംഗ് ഹാബിറ്റ്സ് ഒരിക്കലും പുവർ ഹെൽത്തിന്റെ അല്ല അല്ലെ. അപ്പോ ഓപ്ഷൻ 2. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാണേ. ക്വസ്റ്റ്യൻ നമ്പർ 2. എല്ലാവരും വേഗം ഒന്ന് പോസ്റ്റ് ചെയ്ത് തന്നെ എല്ലാവരും ഒന്ന് വേഗം ചെയ്യാൻ ശ്രമിച്ചു. നമുക്ക് ആൻസർ കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് കൂടി ചെക്ക് ചെയ്യണമല്ലോ. അഥവാ ഇനിയിപ്പോ ആൻസർ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ആ വേഗം ഈ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് ആ ടോപ്പിക്ക് നമ്മളൊന്ന് പോയിട്ട് പഠിച്ചേക്കാം. ഓക്കെ, ഇത് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിലെ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഞാൻ ആൻസറിലേക്ക് കിടക്കാണേ. അതാ ഓപ്ഷൻ നമ്പർ 4 ആണ്. A4, A3, B4 അല്ലെ. ഇപ്പൊ സ്റ്റാറ്റിൻ നമുക്ക് സ്റ്റാറ്റിൻ പഠിച്ചേക്കാൻ ഒരു എളുപ്പമായിട്ട്. ഈ സ്റ്റാറ്റിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാറ്റിക് ആലോചിക്കുക. സ്റ്റാറ്റിക്, സ്റ്റേഷനറി, ഒരു സ്റ്റെക്കായി നിൽക്കുക, അതായത് റെസ്റ്റിൽ നിൽക്കുക. അപ്പൊ നമ്മൾ ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ ഒരു സ്ഥലത്ത് പിടിച്ചു നിർത്തിയിട്ട് അത് ലോവർ ചെയ്യുക, അതാണ് സ്റ്റാറ്റിൻ. നമ്മളങ്ങനെ ഒന്ന് പഠിച്ചേക്കാൻ ഒരു ടിപ്പ് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെ ആലോചിച്ച് വെക്കുക. ഓക്കെ, ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ നമ്മൾ ഇതാക്കി സ്റ്റാറ്റിക് ആക്കിയിട്ട് ലോവർ ചെയ്യുക. ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ ലോവറിങ് ചെയ്യുന്ന ഏജന്റാണ് സ്റ്റാറ്റിൻ. ഓക്കെ അല്ലെ. അടുത്തെന്താണ് സ്ട്രെപ്റ്റോകൈനേസ്. സ്ട്രെപ്റ്റോകൈനേസ് എന്താണ്, ക്ലോട്ട് ബസ്റ്റർ ആണ്. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. എന്താണ് കൈനസിസ് അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു അല്ല, അങ്ങനെ ആലോചിക്കണമെന്നില്ല. നമ്മളിപ്പോ ജസ്റ്റ് നോർമലായി പഠിച്ചു വെച്ചാൽ മതി. സ്ട്രെപ്റ്റോകൈനസ്, ക്ലോട്ട് ബസ്റ്റർ. ഓക്കെ, പിന്നെ സൈക്ലോസ്പോറിനെ എന്താണ്, ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ്. നമുക്കറിയാം അതില് ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഈ സൈക്ലോസ്പോറിനെ കുത്തിവെക്കും. കുത്തിവെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളെ ബോഡി ഓട്ടോ ഇമ്മ്യൂണിറ്റി ഇല്ലേ, അതായത് സ്വന്തം ബോഡി ഒരു ഫോറിൻ പാർട്ടിനെതിരെ ബോഡിന്റെ അകത്ത് തന്നെ ഇമ്മ്യൂണിറ്റി കാണിച്ചിട്ട് എന്ത് ചെയ്യും, നശിപ്പിക്കാൻ നോക്കും. ഒരു ഓർഗൻ വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ബോഡിയിലുള്ള ഈ നമ്മൾ ഇമ്മ്യൂണിറ്റി ഏജൻസ് എന്ത് ചെയ്യും, ഈ ഓർഗൻസിനെ നശിപ്പിക്കാൻ ശ്രമിക്കും. അപ്പൊ അത് സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻജെക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സൈക്ലോസ്പോറിനെ. ഓക്കെ, അത് ഉണ്ടാക്കുന്നത് മൊണാസ്കസ്, സൈക്ലോസ്പോറിനെ അത് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അടുത്ത പിന്നെ പറഞ്ഞത് ലിപ്പേസ്. ലിപ്പേസ് എന്തിനാണ്, എല്ലാവരും ഒന്ന് ആലോചിച്ചു. ഈ ലിപ്പിഡ്സ് ഇല്ലേ, ലിപ്പിഡ്സ് പറഞ്ഞാല് കോമൺലി ഈ ഫാറ്റി ആസിഡ് അതുപോലെ തന്നെ ഓയിൽസ്, ഇതൊക്കെ ഈ ലിപ്പിഡ്സിന്റെ ഉൾപ്പെടുത്തുന്നത്. എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കുമ്പോൾ ഡേർട്ട്, അതായത് ഒരു ഡ്രസ്സിലൊക്കെ ഉണ്ടാവുന്ന ഡേർട്സ്, ഈ ഡേർട്സ് ഒക്കെ ഡയറക്റ്റ്ലി ഇപ്പൊ ലിപ്പേസ് പറഞ്ഞാൽ ഈ ലിപ്പിഡ്സിനെ ഇല്ലാണ്ടാക്കുക, അതായത് ലിപ്പിഡ്സിനെ ബ്രേക്ക് ചെയ്ത് കളയുക. അതിന് വേണ്ടിയിട്ടുള്ളതാണ് ലിപ്പേസ്. അത് നമ്മൾ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം നടന്നത്, ഈ ബോട്ടിൽ ജ്യൂസസ് ഇല്ലേ, അത് ക്ലാരിഫിക്കേഷൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ പ്രോട്ടീസസ്, പെക്റ്റിനൈസ്. അതും ഒന്ന് ആലോചിച്ച് നോക്കുക. ക്ലാരിഫിക്കേഷൻ ഓഫ് ബോട്ടിൽ ജ്യൂസ്, പ്രോട്ടീസസ്, പെക്റ്റിനൈസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കെ.
ആ വായിച്ചോ, എല്ലാവരും വേഗം വായിച്ചു. എല്ലാവരും പോസ് ചെയ്തിട്ട് വായിക്കണം കേട്ടോ. എന്നാൽ നമുക്ക് കുറച്ചുകൂടി ഫോക്കസ് കിട്ടും. ഞാൻ ഇപ്പൊ സംസാരിക്കുന്നത് കൊണ്ട്. അപ്പൊ ഞാൻ ആൻസറിലേക്ക് കിടക്കാണേ. ആ ഓപ്ഷൻ നമ്പർ 4 ആണ്. ഓപ്ഷൻ 4 ആണ് മെറ്റീരിയറൈറ്റ് ഇമ്പാക്ട്. അപ്പൊ ഇതിൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി ലോസ് ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റി. നമ്മൾ ടെക്സ്റ്റിൽ NCERT കറക്റ്റ് പറയുന്നുണ്ട്. ഒരു ബയോഡൈവേഴ്സിറ്റിയിൽ എവിൽ കോട്ട് എന്ന് പറയുന്നുണ്ട്. അതായത് ഈ ബയോഡൈവേഴ്സിറ്റിന്റെ മേജർ ലോസ്. എവിൽ എന്താ ഒരു ചെകുത്താൻ അങ്ങനൊക്കെ പറയില്ലേ, എവിൽ. അപ്പോ ഈ 4 അംഗ സംഘങ്ങളെ ചെകുത്താൻ മാറ്റി. അപ്പൊ അതാണ് ഈ എവിൽ കോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മളെ ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണം. അതിൽ ടെക്സ്റ്റ് കറക്റ്റ് പറയുന്നുണ്ട് എന്താണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. ഓക്കെ. പിന്നെ കോ എക്സ്റ്റൻഷൻ. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മള് ഓവറായിട്ട് ഒരു സാധനത്തിനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഓവറായിട്ട് ഒരു സാധനത്തിനെ അനാവശ്യമായിട്ട് ഇതാക്കുക, ചൂഷണം ചെയ്യുന്നതാണ് മലയാളത്തിൽ എക്സ്പ്ലോയിറ്റിന്റെ മീനിങ് ഇത് വരുന്നത്. അപ്പൊ അതിലാണ് നമ്മൾ സ്റ്റെല്ലേഴ്സ് സീക്കവ് പാസഞ്ചർ പി ചെയ്യണം, അതൊക്കെ വരുന്നത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. അതായത് ഈ സ്റ്റെല്ലേഴ്സ് സീക്കവൻ തന്നെ ഒരു മനസുഖത്തിന് അല്ല, ഈ പാസഞ്ചർ പി ചെയ്യുന്ന ആളുകൾ ഒരു മനസുഖം എന്നല്ല, ഓരോ മത്സരം വെക്കുക. അപ്പോ ഇത്ര പ്രാവിനെ കൊല്ലുന്ന ആൾ, ഇത്ര പ്രാവിനെ കൊല്ലുന്ന ആരാളുള്ളത്, അങ്ങനെയൊക്കെ വെച്ച് അങ്ങനത്തെ രീതിയിൽ കൊന്നൊടുക്കുകയാണ്. അതൊക്കെ ഈ ഓവർ എക്സ്പ്ലോയിറ്റേഷനിൽ പെടുന്നതാണ്. പിന്നെ ഏലിയൻ സ്പീഷീസ് ഇൻവെൻഷൻ. നമുക്ക് അറിയാലോ. അതായത് ഒരു ഏലിയൻ സ്പീഷീസ് വരുന്നു, അവിടെ ഉണ്ടാകുന്ന കുറെ ജീവികളുടെ വംശനാശത്തിന് കാരണമാണ്. ഇത്രേ ഉള്ളൂ. അതിന്റെ എക്സാമ്പിൾ ആണ് നൈൽ പേർച്ച്. മറ്റേ വിക്ടോറിയ ലേക്കിൽ വന്നപ്പോൾ എന്തായി, 200 സ്പീഷീസ് ഓഫ് സിക്ലേഡ് ഫിഷുകളുണ്ട്. ചെറിയൊരു കൈൻഡ് ഓഫ് ഫിഷ് ആണ്. അവ നശിച്ചുപോയി. അപ്പോ ഈ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അത് ഓർത്ത് വെക്കുക. അത് നല്ലൊരു, നമുക്ക് സിമ്പിൾ ആയി കഴിഞ്ഞല്ലോ, ഒരു കഥ പോലെ തന്നെ നോക്കി പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ പറയുമ്പോൾ ജസ്റ്റ് നമ്മളിപ്പോ ഓരോ സ്ഥലങ്ങൾ ഈ ഫോറസ്റ്റ് ലാൻഡ് ഒക്കെ ക്ലിയർ ചെയ്ത് ഈ ഗ്രാസ് ലാൻഡ് ഇതൊക്കെ കൾച്ചർ മറ്റേ ഓരോ കൃഷിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ വലിയ ഹാബിറ്ററ്റ് ആവശ്യമുള്ള ജീവികളൊക്കെ എന്തായി, ഹാബിറ്ററ്റ് ലോസ് ആയി. അപ്പോ അതിന്റെ പോപ്പുലേഷൻ വല്ലാണ്ട് എഫക്ട് ചെയ്യുക. അതങ്ങനെയാണ്. പിന്നെ കോ എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ മ്യൂച്വലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കുന്ന ജീവികൾ ഉണ്ടാവില്ല. അതിൽ ഒന്ന് എക്സ്റ്റെൻഡ് ആയി കഴിഞ്ഞാൽ മറ്റേ എക്സ്റ്റെൻഡ് ആവും. അതാണ്. അപ്പോൾ ഇത് 3 ഇതിൽ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയറൈറ്റ് ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഉൽക്ക വന്ന് പതിക്കുന്നതാണ്. അതൊരിക്കലും ഹ്യൂമന്റെ ഇതുകൊണ്ടുണ്ടാകുന്ന ബയോഡൈവേഴ്സിറ്റി ലോസിൽ നമുക്ക് പെടുത്താനാവില്ല. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ എല്ലാവരും വായിച്ചതിനു ശേഷം നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഇതാ സ്പെർമിയോജെനിസിസ് ആണ് ആൻസർ വരുന്നത്. The process through which spermatids are transformed into spermatozoa is known as. അങ്ങനെയാണല്ലേ. The process through which spermatids are transformed into spermatozoa is known as. അപ്പൊ നമുക്ക് ഞാൻ ജസ്റ്റ് ഒരു എക്സ്പ്ലനേഷൻ തരാം. നമ്മള് ഇത് പഠിക്കുമ്പോൾ നമ്മളൊന്ന് ബേസിക് ആയിട്ട് പഠിക്കാം. ആദ്യം തൊട്ട് ഒരു ടെസ്റ്റിക്കുലർ ലോബ്യൂൾ ഉണ്ട്. ഓക്കെ. ടെസ്റ്റിക്കുലർ ലോബ്യൂൾ ടെസ്റ്റിസിനാണ്. സോറി, നമ്മൾ ആദ്യം ടെസ്റ്റിസ് കൺസിഡർ ചെയ്യുക. പിന്നെ അതിൻ്റെ ഉള്ളിൽ എന്താണ് ഒരു 215 എടുത്ത് ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ഉണ്ട്. അതായത് ടെസ്റ്റിസിന്റെ ഉള്ളിൽ കുറെ അറകളുണ്ട്. അപ്പൊ അതിന്റെ ഉള്ളിൽ കുറെ സെമിനിഫറസ് ട്യൂബ്യൂൾ എന്ന് പറഞ്ഞാൽ ചെറിയ ട്യൂബ്യൂൾ ഉണ്ട്, മൈക്രോ ട്യൂബ്യൂൾസ് ആണ്. അത് ഓരോ ലോബിൾസിലും 2-3 കോയിലായി ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഓരോ ലോബിൾസിലും ഇത്ര കോയിൽസ് വീതം ഇങ്ങനെ ചുറ്റി കിടക്കുന്നുണ്ട്. അപ്പൊ ഈ കോയിലിന്റെ ഉള്ളിൽ എന്തുണ്ട്, നമ്മളെ സ്പെർമാറ്റോഗോണിയ, അതായത് സ്പേം മദർ സെല്ല് അതും ഉണ്ട്, സെട്രോളി സെൽസും ഉണ്ട്. അപ്പൊ ഈ സ്പേം മദർ സെൽ എന്ത് ചെയ്യും, കുറച്ചു കാലം നമ്മളെ ഈ പ്യൂബർട്ടിക്ക് എത്തുമ്പോൾ സ്പേം മദർ സെല്ല് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ്, അതിൽ കുറച്ചെണ്ണം ഡിവൈഡ് ചെയ്ത് പ്രൈമറി സ്പെർമാറ്റോസൈറ്റ് എന്നുള്ള പേരിൽ അറിയപ്പെടും. അവിടെ കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള സ്പേം മദർ സെല്ല്, അതിന് മിയോട്ടിക് ഡിവിഷൻ നടക്കും. മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ നടന്നാൽ എന്ത് നടക്കും, 23 ക്രോമസോംസ് ഉള്ള രണ്ട് സെപ്പറേറ്റ് സെല്ലായി മാറും. അപ്പൊ അതിന് നമ്മൾ എന്ത് വിളിക്കും, സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ് എന്ന് വിളിക്കും. ഓക്കെ. സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റ്. ഈ സെക്കൻഡറി സ്പെർമാറ്റോസൈറ്റിന് വീണ്ടും മിയോട്ടിക് ഡിവിഷൻ 2 നടക്കും. അപ്പൊ അത് നടക്കുമ്പോൾ എന്ത് സംഭവിക്കും, 4 സെപ്പറേറ്റ് ആയിട്ടുള്ള 23 ക്രോമസോംസ് ഉള്ള 4 സെപ്പറേറ്റ് സ്പെമാറ്റിഡുകൾ ഉണ്ടാവും. അതിനാണ് സ്പെമാറ്റിഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് കുറച്ചുകൂടെ അൺഡെവലപ്ഡ് ആയിരിക്കും. ഒരു പ്യുവർ സ്പേം നമുക്ക് തന്നെ പറയാനാവില്ല. അപ്പൊ ഒരു അൺഡെവലപ്ഡ് ആയിരിക്കും. അപ്പൊ അത് സെപ്റ്റോളി സെല്ലില് ഇങ്ങനെ തലകുത്തനെ നിന്ന് കുറച്ച് ന്യൂട്രീഷൻ ഒക്കെ എൻറിച്ച്ഡ് ആയിട്ട് അതിനുശേഷമാണ് അത് നമ്മൾ ഒറിജിനൽ സ്പേമായി മാറുന്നത്. നമ്മള് ഒറിജിനൽ സ്പേം. അപ്പൊ ഒറിജിനൽ സ്പേമിന്റെ പേരാണ് സ്പെർമാറ്റോസോവ. ഓക്കെ. അപ്പൊ നമ്മൾ ഇതിൽ പറയുമ്പോൾ സ്പെർമാറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ സ്പേമിന്റെ ടോട്ടൽ സ്പേം ഉണ്ടാകുന്ന ആ പ്രോസസ്സ്, അതിനാണ് സ്പെർമാറ്റോജെനിസിസ് എന്ന് പറയുന്നത്. എല്ലാം ഇതും കൂടി ഇപ്പൊ ഈ ഓരോ സ്റ്റെപ്സുകളും ഇതെല്ലാം വെച്ചിട്ടുള്ളത്. അതിനിപ്പോ സ്പെർമിയോജെനിസിസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ സ്പെർമാറ്റോസോവ ആവുന്നതിനാണ് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഇതിന്റെ സെർട്ടോൾ സെല്ല് കുത്തിയെന്ന് ന്യൂട്രീഷൻ എൻറിച്ച്ഡ് ആവുന്നതിനാണ് സ്പെർമിയോജെനിസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു സ്പേം ജനിക്കുന്നതാണ്. അങ്ങനെ ആലോചിച്ചാൽ സ്പേം ജനിക്കുകയാണ്.
അത്രയും നമ്മൾ ഒറിജിനൽ സ്പേം ആയിരുന്നില്ല. ഓക്കെ, ഒരു സ്പേം ഉണ്ടാവുന്നത് അതിൽ കുത്തിയതിനു ശേഷമാണ്. ഇനി സ്പേമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ ആലോചിച്ചത് ഏവിയേഷൻ, ഈ ഫ്ലൈറ്റ് ഒക്കെ പോകുന്നില്ലേ, അതുപോലെ ഈ സ്പേം ഇതിൽ കുത്തി വന്നിട്ടില്ലേ ഉണ്ടാവുക ഈ സേർട്ടോളി സെല്ലില്. അപ്പൊ അവിടുന്ന് സ്പേം നേരെ അങ്ങോട്ടേക്ക് പോകും. അതിനാണ് നമ്മൾ എന്താ പറയുന്നത്, സ്പേമിയേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ആലോചിച്ച് നോക്കി. ഓക്കെ, സ്പേമിയേഷൻ, ഏവിയേഷൻ, ജസ്റ്റ് എടുത്ത് പോകുന്നു ഇത് കുത്തി നിൽക്കുന്ന. ഓക്കെ, ഇനി സ്പെർമാറ്റോഗോണി എന്ന് പറഞ്ഞാൽ സ്പേം മദർ സെൽ. ഓക്കെ അല്ലേ? അപ്പൊ ഇതിലെന്താണ് സ്പെർമാറ്റിഡ് സ്പെർമാറ്റോസോയി ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രോസസ് സ്പെർമിയോജനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പോസ് ചെയ്ത് വായിക്കാം, നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. ഓക്കെ, ഞാൻ ആൻസറിലേക്ക് കിടക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് പോസ് ചെയ്ത് വായിച്ചോ. അറേഞ്ച് ദ ഗിവൺ സ്റ്റെപ്സ് ഇൻ പ്ലാന്റ് ബ്രീഡിംഗ് സിസ്റ്റമാറ്റിക്കലി എന്നാ പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ഓപ്ഷൻ ബി 2 ഓക്കെ, ഈ പ്ലാൻ ബ്രീഡിങ്ങിൽ കുറച്ച് സ്റ്റെപ്സ് നമ്മുടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് എന്ത് വേണം, ഈ പ്ലാൻ ബ്രീഡിങ് നടത്താം. പ്ലാൻ ബ്രീഡിങ് നമ്മൾ നമുക്ക് വേണ്ട ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റിനെ ഉണ്ടാക്കിയെടുക്കുന്നത് പ്ലാൻ ബ്രീഡിങ്. ഓക്കെ, ഇപ്പോ നമുക്കൊരു എക്സാമ്പിൾ, തെങ്ങ് നമുക്കിപ്പോ ഒരു ചെറിയ ഹൈറ്റ് കുറഞ്ഞ് കുറെ തേങ്ങയുള്ള ഒരു തെങ്ങ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഈ പ്ലാൻ ബ്രീഡിങ്ങിന്റെ കേസിൽ. അപ്പൊ അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ജേം പ്ലാസം കളക്ഷൻ. ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ഓർ സീഡ്സ് ഹാവിംഗ് ഓൾ പോസിബിലിറ്റീസ് ഗിവൺ ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ തെങ്ങാണെങ്കിൽ അതിന്റെ ജേം പ്ലാസ് എന്ന് പറയുമ്പോൾ കുറെ ഇഷ്ടംപോലെ തെങ്ങ് ഉണ്ടാകും. അല്ല, നമ്മളിപ്പോ ആദ്യം നമുക്ക് അങ്ങനത്തെ ഒരു തെങ്ങാണ് വേണ്ടത്, ഹൈറ്റ് കുറഞ്ഞ് കുറെ തെങ്ങ് ഉണ്ടാകുന്ന തെങ്ങ്. അപ്പൊ നമ്മൾ ഇത് നടത്തുമ്പോൾ, സിസ്റ്റമാറ്റിക്കലി നടത്തുമ്പോൾ ആദ്യം നമ്മൾ ജേം പ്ലാസം കളക്ഷൻ, അതായത് എല്ലാ വെറൈറ്റി തെങ്ങും എടുക്കും. അതാണ് ഇതിന് ജേം പ്ലാസ് എന്ന് പറയുന്നത്. ജേം പ്ലാസ് എന്ന് പറയുമ്പോൾ ഇപ്പൊ പല പല സ്വഭാവങ്ങൾ ഉണ്ടാവില്ലേ, അതാണ് ജീൻസ് പല പല സ്വഭാവങ്ങളാണ്. അപ്പൊ എല്ലാ പോസിബിൾ ജീൻസും എക്സ്പ്രസ് ചെയ്തിട്ടുള്ളതായിട്ടുള്ള ഓരോ അതിപ്പോ ഒരു ഹൈറ്റിന്റെ ജീനുള്ള തെങ്ങ് അത് എക്സ്പ്രസ് ചെയ്യുമല്ലോ, ടോൾനെസ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യും, അതുപോലെ ഡോഫ്നെസ് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അതിന്റെ ഡിഫറെന്റ് അലീൽസ് ആണത്, ടോൾനെസ്, ഡോഫ്നെസ്. അപ്പൊ അവ എക്സ്പ്രസ് ചെയ്യുന്ന ഡിഫറെന്റ് കോക്കനട്ട് ട്രീസ് നമ്മൾ എടുക്കാം, അതായത് ഒരു ഹൈറ്റ് കൂടിയതും ഒരു ഹൈറ്റ് കുറഞ്ഞതും. അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും, ഇപ്പൊ തേങ്ങയുടെ കളറ്, അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സും പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ എല്ലാവിധ ചെടികളും നമ്മൾ ഒരുമിച്ച് തെങ്ങും ഒരുമിച്ച് എടുക്കും. അപ്പൊ അങ്ങനെയുള്ള കളക്ഷനാണ് ജേം പ്ലാസം കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ അത് ചെയ്യണം. പിന്നെ എന്ത് ചെയ്യും, അതിൻ്റെ അകത്ത് നമുക്കൊരു വേണ്ട പാരന്റ്സിന്, നമുക്ക് ഇപ്പൊ എങ്ങനത്തെ കുട്ടിയാണോ വേണ്ട അതിനനുസരിച്ചുള്ള പാരന്റ്സിനെ സെലക്ട് ചെയ്യും. അതാണ് ഇവാലുവേഷൻ ഓഫ് ആൻഡ് സെലക്ഷൻ ഓഫ് പാരന്റ്സ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ക്രോസ് ഹൈബ്രിഡേഷൻ എമംഗ് ദ സെലക്ടഡ് പാരന്റ്സ്. ഇപ്പൊ സെലക്ടഡ് പാരന്റ്സിന് തമ്മിൽ ക്രോസ് ചെയ്യും, റീപ്രൊഡക്ഷൻ സംഭവം അറിയാലോ. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായ നമുക്ക് കുറെ കുട്ടികളെ കിട്ടുമല്ലോ, അതിൽ നമുക്ക് വേണ്ടതായിട്ടുള്ള റീകോമിൻ എന്ന് പറയുമ്പോൾ ഹൈബ്രിഡൈസേഷൻ നടത്തി ഉണ്ടാവുന്ന കുട്ടികൾ. അപ്പൊ അതിൽ നമുക്ക് വേണ്ട ഓഫറിങ്ങിനെ നമ്മൾ സെലക്ട് ചെയ്യും. അതിനാണ് ഇത് പറഞ്ഞത്. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 6th ക്വസ്റ്റ്യൻ വായിക്കാം. എല്ലാവരും വായിച്ചോ, പോസ് ചെയ്ത് വായിക്കാം. ഞാൻ എക്സ്പ്ലനേഷൻ ഡയറക്റ്റ് കിടക്കാം. ഓക്കെ, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ആൻസറിലേക്ക് കിടക്കാം. ഓപ്ഷൻ 2 ആണ്. അപ്പോ ഇത് നമ്മൾ എന്തായാലും CVT പോകുന്ന എല്ലാവരും എന്തായാലും ബയോ എഴുതുന്ന എല്ലാവരും എന്തായാലും പഠിച്ചിരിക്കും. ഓക്കെ, ബയോ പേപ്പർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ 2 ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ആലോചിക്കാം, ഫസ്റ്റ് ക്ലാസ് AC ഒരു കോട്ടൺ ബാഗിൽ കുറെ ബോൾസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ് AC കമ്പാർട്ട്മെന്റ് നമ്മുടെ ട്രെയിനിലാണ്. ട്രെയിനിൽ ഒരു കോട്ടൺ ബാഗിൽ കുറെ ബോൾസ് ഉണ്ട്. ഒന്ന് ആലോചിച്ചു, ഒന്ന് മനസ്സിലൊന്ന് അസ്യൂം. അപ്പൊ അത് നമുക്ക് കിട്ടിയില്ലേ? അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പിന്നെ അതിനോടുള്ളത് ഒരു ബന്ധമില്ലാത്ത ഇതാണ്. അപ്പൊ നമുക്ക് ക്രൈ 1 AC കിട്ടി, അതായത് ഫസ്റ്റ് ക്ലാസ് ക്രൈ 1 AC കോട്ടൺ ബോൾ വന്നു. ഓക്കെ, കിട്ടിയില്ലേ? അപ്പൊ പിന്നെ അത് അടുത്തെന്ന് വെച്ചാൽ അതുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ്. ബന്ധമില്ലാത്ത പറയുമ്പോൾ പേരുമായിട്ടൊരു ബന്ധമില്ല. ക്രൈ 1 AC എന്ന് പറയുമ്പോൾ ക്രൈ 2 AC എന്ന് പറയുമ്പോൾ ബന്ധമില്ലല്ലോ. അപ്പൊ AB. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്തെന്ന്, ഇതില് ക്രൈ 1 AB ഉണ്ട്, ക്രൈ 2 AB ഉണ്ട്, ക്രൈ 1 AC ഉണ്ട്. ഇപ്പൊ ഇതിങ്ങനെ പഠിച്ചു വെച്ചാൽ നമ്മൾ എക്സാമിന് പോയി കഴിഞ്ഞാൽ ഏതാണ് ക്രൈ 2 AB ആണോ ക്രൈ 1 AC ആണോ ഫുള്ള് കൺഫ്യൂഷൻ ആണ്. ഏറ്റവും നല്ല ഇതിങ്ങനെ പഠിക്കാം. ഫസ്റ്റ് ക്ലാസ് AC ഇതിൽ ബോൾ വേർബ്. അപ്പൊ 2 അതിന്റെ തന്നെ ബോൾ വേർബിന് 2 ഉണ്ട്. അത് നമ്മൾ അങ്ങനെ പഠിച്ചേക്കും. ബോൾ വേർബിന് 2 ജീന് വരുന്നുണ്ട് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. എന്നാലോ കോൺ ബോററിന് ഒറ്റ ജീന്. ഇപ്പൊ ബോൾ വേർബിന്റെ അടുത്ത് തന്നെ ഒരു ക്രൈ 1 AC തന്നെ വേറൊന്നും കൂടി ഉണ്ട്. അതൊരു ബന്ധമില്ലാത്തതാണ്. ക്രൈ 1 AC ക്രൈ 2 AC അല്ല AB ആയിരിക്കും. ബന്ധമില്ലാത്തതല്ലേ ക്രൈ 2 AB. ക്രൈ 1 AC യും ക്രൈ 2 AB യും കോട്ടൺ ബോൾ വേർബാണ് കോഡ് ചെയ്യുന്നത്. കോട്ടൺ ബോൾ വേർബിനെ
കൊല്ലാനുള്ള ജീന് കോഡ് ചെയ്യുന്ന ജീനാണ്. അല്ല, കൊല്ലാനുള്ള പ്രോട്ടീൻസ് കോഡ് ചെയ്യുന്ന ഇതാണ്, ജീനാണ്. അപ്പൊ ക്രൈ2 എബിയും ക്രൈ1 കഴിഞ്ഞു. നമുക്ക് അടുത്തുള്ളതെന്ന് വെച്ചാൽ ക്രൈ1 എബി, അത് കോൺ ബോറർ. അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എക്സാം ആണ് നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കുക, എന്നിട്ട് ഉണ്ടാക്കാം, ആൻസർ ചെയ്താൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കുക. എല്ലാവരും പോസ് ചെയ്ത് വായിക്കുക. ഞാൻ ആൻസറിലേക്ക് കിടക്കാം, അല്ലേ? ആൻസറിലേക്ക് എത്തിയ അതാ ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. ഡി, ഡി ഓൺലി, അങ്ങനെയാണ് വരുന്നത്. സോറി, എന്ന് വെച്ചാൽ ഓപ്ഷൻ ആൻസറിൽ ഓപ്ഷൻ 1 ആണ്, ആൻസർ ഡി ഓൺലി. ഓക്കെ, അപ്പൊ ഇതിൽ എന്താ ക്വസ്റ്റ്യൻ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ജെൽ ഐസൊലേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്, ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്, അതായത് ബയോടെക്നോളജി എന്ന ആപ്ലിക്കേഷനിൽ വരുന്ന സംഭവമാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ DNA റീകോമ്പിനേഷൻ മറ്റേ ടെക്നിക്കിനകത്ത് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ജെൽ ഇലക്ട്രോഫോറസിസ് ടെക്നിക്ക് എന്ന് പറയാം. അപ്പൊ DNA കട്ട് ചെയ്ത DNA ഈ അതിനൊരു മെഷീൻ അല്ലേ ജെൽ ഇലക്ട്രോഫോറസിസ് നടത്താനുള്ള, അതിൽ ഓരോ പിറ്റിലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത DNA അങ്ങിടും. ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും? DNA നെഗറ്റീവ് ചാർജഡ് ആണ്. അപ്പോൾ പോസിറ്റീവ് ചാർജഡ് സൈഡിലേക്ക് സ്വിച്ച് ഇടുമ്പോൾ ഈ DNA ഫ്രാഗ്മെന്റ്സ് ഇങ്ങനെ ഒഴുകി പോകും, ആഗറോസ് ജെല്ലിലൂടെ ഒഴുകി ഇങ്ങനെ പോകും. എന്നിട്ട് പോയി കഴിഞ്ഞാൽ ഓരോരോ ഡെൻസിറ്റി ഗ്രേഡിയൻസ് അനുസരിച്ച് ഇങ്ങനെ മുന്നിലായിട്ട് ഇങ്ങനെ ഉണ്ടാവും, വലിയ വലിയ DNA ഇങ്ങനെ മുന്നിലായിട്ട് ഓരോ ലെവലായിട്ട് ഇങ്ങനെ അറേഞ്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മറ്റേ എത്തീഡിയം ബ്രോമൈഡ് ആക്കിയതിനു ശേഷം അതിലേക്ക് ഡ്രോപ്പ് ആക്കിയതിനു ശേഷം UV റേസിന്റെ പ്രസൻസിൽ നമുക്ക് കാണാനാവുള്ളൂ. ഓക്കെ, അപ്പോ അതിന്റെ സ്റ്റെപ്സിൽ പറയുന്നത് വെച്ചാൽ കട്ടിംഗ് ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് സ്മോൾ പീസസ് യൂസിങ് റെസ്ട്രിക്ഷൻ സെൻസിങ്. അപ്പൊ അതതിന്റെ ഒരു മെത്തേഡ്, ജെൽ ഇലക്ട്രോഫോറസിലുള്ള ഒരു മെത്തേഡാണ്. കാരണം നമ്മൾ അതിനെ കട്ട് ചെയ്തതിനു ശേഷമാണ് അതിലേക്ക് ഇടുന്നത്, ജെൽ ഇലക്ട്രോഫോറസിന്റെ ഡിവൈസിലേക്ക് ഇടുന്നത്. അപ്പോ അതൊരു ഇതാണ്. പിന്നെ സ്റ്റെയിനിങ് വിത്ത് എത്തീഡിയം ബ്രോമൈഡ്, പിന്നെ എക്സ്പോസർ ടു UV റേ, ഇതൊക്കെ ഉള്ളതാണ്. പിന്നെ ഡീനാച്ചുറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ്, അത് നമുക്ക് ഇതിൽ ഇല്ലാത്തതാണ്. ഓക്കെ, ഡീനാച്ചുറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ഇല്ലാത്തതാണ്. അപ്പൊ അടുത്തേക്ക് പോവാം. 8th ക്വസ്റ്റ്യൻ. എല്ലാവരും പൂസ് ചെയ്യുക, ക്വസ്റ്റ്യൻ എല്ലാം വായിക്കുക, എന്നിട്ട് ആൻസർ മാർക്ക് ചെയ്യാൻ കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഇനിയിപ്പോ കിട്ടിയില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല, നമ്മൾ എന്ത് ചെയ്യാം? കഴിയുന്നതും ആ ഒരു ടോപ്പിക് ഇല്ലേ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ടോപ്പിക്ക് പഠിക്കാൻ ശ്രമിക്കും. ഓക്കെ, ടോപ്പിക് അല്ലാണ്ടോ ഈ ക്വസ്റ്റ്യൻ മാത്രം ഇങ്ങനെ ബയോട്ട് പഠിച്ചാൽ നമുക്ക് ആവില്ലല്ലോ. ബയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ഈ ഒരു ഏരിയ നിന്ന് പഠിക്കുക, ഈ ഏരിയയിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കാം. അപ്പൊ നമുക്ക് അത്രത്തോളം ചാൻസ് ഉണ്ട്, കൂടുതലാണ്. പിന്നെ നിങ്ങൾ പേടിക്കട്ടെ, എന്തായാലും ഇങ്ങനെ അത്യാവശ്യം ഒരു ഇങ്ങനത്തെ ഏരിയ ടച്ച് ടച്ച് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കട്ട് ചെയ്ത് ആൻസർ കിട്ടാനുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, 8th ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ ആൻസറിലേക്ക് പോവാണ്, എല്ലാവരും പോസ് ചെയ്തോളാം. ഓക്കെ, ഓപ്ഷൻ നമ്പർ 4 ആണ്. റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്, എ വരുന്നത് 4 ആണ്, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ്, റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. ഈ ആർത്രൈറ്റിസ് എന്താടാ? ആർത്രൈറ്റിസ് വാദം എന്നൊക്കെ പറയില്ലേ, സന്ധിവാദം. ഞാൻ ചെറുപ്പത്തിൽ ഇങ്ങനെ ആയിരിക്കും, എന്താണ് ഈ സന്ധിവാദം? എല്ലാ പരസ്യങ്ങളിലൊക്കെ കണ്ടു. പിന്നെ ഇപ്പോൾ ഈ 12th എത്തുമ്പോഴാണ് ഈ സന്ധിവാദം എന്താ മനസ്സിലായത്. ഈ ജോയിന്റ് പെയിൻ ആണ് ഈ വാദം എന്ന് പറയുന്നത്, സന്ധിവാദം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ റുമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറയുമ്പോൾ ഒരു കൈൻഡ് ഓഫ് വാദമാണ്. ഓക്കെ, ജോയിന്റ് പെയിൻ. അതിന് കാരണം എന്താണ്? അതൊരു ഓട്ടോ ഇമ്മ്യൂൺ പ്രോബ്ലം ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം ബോഡിയിലുള്ള ഇമ്മ്യൂണിറ്റി എന്തോ കുറച്ച് പ്രശ്നങ്ങൾ, എന്തോ ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നമ്മൾ സ്വന്തം ബോഡിയിൽ തന്നെ അറ്റാക്ക് ചെയ്യും. ഇമ്മ്യൂണൈസേഷൻ നടത്തും, അതായത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇത്ര നോക്കും. അപ്പോ എന്ന് വെച്ചാൽ സ്വന്തം ബോഡിയിലുള്ള സെൽസ് നമ്മൾ സ്വന്തം സെൽസ് തന്നെ കില്ല് ചെയ്യാൻ ശ്രമിക്കും. അങ്ങനെ ഇമ്മ്യൂണിറ്റി പ്രവർത്തനം നടത്തുമ്പോൾ വരുന്ന ഒരു ഡിസീസ് ആണ് റുമാറ്റോയിഡ് ആർത്രൈറ്റിസ്. പിന്നെ എയ്ഡ്സ് നമുക്കറിയാം എന്താണ്, ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി ഡിസീസ് ആണ്. അത് അതിന്റെ ഫുൾ ഫോം തന്നെ ഉണ്ട്, എയ്ഡ്സിന്റെ അക്യൂട്ട് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം. എയ്ഡ്സ് ഇമ്മ്യൂൺ ഡെഫിഷ്യൻസി സിൻഡ്രോം ആണ്. പിന്നെ തൈമസ് എന്താണ്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ്. ഈ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് ആണ് തന്നെ തൈമസും അതുപോലെ തന്നെ ബോൺ മാരോവും. ഓക്കെ, പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഈ ലിംഫോസൈറ്റ്സ് പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലമാണ് ലിംഫോസൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇമ്മ്യൂണിറ്റി നൽകുന്ന സെൽസ് ആണ്. അതൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ചെയ്യേണ്ട സംഭവമാണ്, ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോ പിന്നെ കൊടുത്ത ബി ലിംഫോസൈറ്റ് എന്താണ്? 2 ആണ്, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ്. അപ്പൊ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ഡിഫറൻസ് ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. ബി ലിംഫോസൈറ്റിന്റെ എന്താണ്? മെച്ചൂർ ഇൻ ബോൺമാരോ ഉണ്ടാകുന്നതാണ്. ടി ലിംഫോസൈറ്റ് തൈമസിലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ബിന്നും ടിന്നും പേര് വന്നത്. ബി ലിംഫോസൈറ്റ് ബോൺമാരോയിലും ടി ലിംഫോസൈറ്റ് തൈമസിലും പ്ലാന്റിലും ഉണ്ടാകുന്നത്. പിന്നെ ബി ലിംഫോസൈറ്റിന്റെ പ്രത്യേകത വെച്ചാൽ അത് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ബി ലിംഫോസൈറ്റ് ഇപ്പൊ ഒരു ആന്റിജൻ, ഒരു ഫോറിൻ ബോഡി നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുമ്പോൾ ഇത് ഒരു
അതിനനുസരിച്ചുള്ള വേറൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ഉണ്ടാക്കും. അത് പ്രോട്ടീൻസ് ആയിരിക്കും, ആന്റിബോഡീസ്. അത് ക്രിയേറ്റ് ചെയ്യും. അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അത് ആന്റിജനെ പോയിട്ട് അറ്റാക്ക് ചെയ്യാൻ സഹായിക്കും. അതാണ് അപ്പോൾ ബി ലിംഫോസൈറ്റ് ആന്റിബോഡി ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നതാണ്. അതായത് ടി ലിംഫോസൈറ്റോ സെല്ല് ഡയറക്റ്റ് പോയി അറ്റാക്ക് ചെയ്യും, എന്നാൽ കില്ല് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അതായത് ഫോറിൻ ഒരു ആന്റിജൻ വന്നാൽ ഒരു പാത്തജൻ വന്നു കഴിഞ്ഞാൽ അതിനെ കില്ല് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഡയറക്റ്റ് പോയിട്ട്. ഇതെന്ന് മറ്റേ ബി ലിംഫോസൈറ്റ് എന്ത് ചെയ്യും? ആന്റിബോഡി ഉണ്ടാകും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. ഇഫ് 50,000 joule energy available to primary producer, then energy available to tertiary consumer will be. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്യാൻ ശ്രമിക്കാം, പോസ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ആൻസറിലേക്ക് കിടക്കാണ്. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ പോസ് ചെയ്തു. അപ്പൊ 50 joule ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് എന്താ പറയാ, 10% റൂൾ ഇറക്കുന്നുണ്ട്. ലിൻമാൻ കണ്ടെത്തിയ 10% റൂള് നമ്മൾ ടെസ്റ്റിൽ പറയുന്നുണ്ട്. 10% റൂൾ. അപ്പൊ പ്രൈമറി പ്രൊഡ്യൂസർ, അതായത് ഈ ചെടികള്, ഓട്ടോട്രോഫ്സ്, ഈ ഫുഡ് ഉണ്ടാക്കുന്ന ആള്, അയാളെ കയ്യിലുള്ള എനർജി എന്താണ്? 50,000 ജൂളാണ്. അപ്പൊ അത് പ്രൈമറി കൺസ്യൂമർ ഫസ്റ്റ് ഒരാൾ അത് കൺസ്യൂം ചെയ്യുമ്പോൾ ആ എനർജിന്റെ 10% ആണ് കിട്ടുക. പിന്നെ അടുത്ത ആൾക്ക് കിട്ടുമ്പോൾ ആ ഉള്ള എനർജിന്റെ 10% ആണ് കിട്ടുക. പിന്നെ അടുത്ത ആൾ എടുക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 10% കിട്ടുക. അങ്ങനെയാണ് ഈ സംഭവം. അതായത് ഇപ്പൊ 50,000 ജൂളുള്ള ഒരു ചെടി ഞാൻ തന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക എന്താണ്? ഇതാ പ്രൈമറി കൺസ്യൂമർ ആയ, ഇപ്പൊ ഞാൻ ആ പ്രൈമറി കൺസ്യൂമർ, അപ്പൊ എനിക്ക് കിട്ടുക 5,000 ജൂളാണ്. അതായത് ഇതിന്റെ 10% ആണ്. ബാക്കി എനർജി ഒക്കെ ഞാൻ ഇപ്പോൾ ഈ ഡൈജഷന്റെ കാര്യങ്ങളിലും ബോഡി ഹീറ്റ് എടുക്കുക പോകും. അപ്പൊ ഈ 5,000 ജൂളുള്ള എണ്ണ ഇപ്പൊ ഒരു പുലി പിടിച്ചെന്ന് കിട്ടും, ആ പുലിക്കെന്ന് കിട്ടും 500 ജൂളാ കിട്ടുക. അതായത് സെക്കൻഡറി കൺസ്യൂമർ. അപ്പൊ ഇതിന്റെ 10% അതാണ്. 0.1 വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് 10/100 ഇതാണ്. ഓക്കെ, 500 ജൂൾ. അപ്പൊ ഈ 500 ജൂളുള്ള പുലിനെ വേറൊരു എന്തെങ്കിലും ഒരു ജീവി അറ്റാക്ക് ചെയ്യുന്നത്, ഇപ്പൊ ഒരു കരടിയോ എന്തെങ്കിലും പിടിച്ച്, ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ, പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് 50 ജൂള് കിട്ടും, അതിന്റെ 10%. ഓക്കെ, 50 ജൂള്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ എല്ലാവരും ഒന്ന് വായിക്കാം, പോസ് ചെയ്ത് വായിക്കാം. അപ്പൊ ഞാൻ ആൻസറിലേക്ക് കടക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത് പോകാനുണ്ട്. ഓക്കെ, ആൻസർ ഓപ്ഷൻ നമ്പർ 2 ആണ്, ടേണർ സിൻഡ്രം. 44 + XO, അതാണ് ആ ക്യാരിയോ ടൈപ്പ് വരുന്നത് ടേണർ സിൻഡ്രം. ടേണർ സിൻഡ്രം നമുക്കറിയാലോ, അതായത് മെന്റലി കുറച്ച് റിട്ടയർഡ് ആയിരിക്കും, പിന്നെ കുറച്ച് മാസ്കുലിൻ ക്യാരക്ടറുള്ള, കുറച്ചുകൂടി മസ്കുലർ ബോഡി ഒക്കെ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ്. ഈ ജനിക്കുമ്പോഴേ അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഡിസോർഡർ ആണ്, ജനറ്റിക് ഡിസോർഡർ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നത് ഈ ക്രോമോസോമൽ ഡിസോർഡറിൽ വരുന്ന ഡിസീസസ് ആണ് ഈ മൂന്നും: ഡൗൺ സിൻഡ്രോം, ടേണർ സിൻഡ്രോം, ക്ലിൻഫിൽട്ടർ സിൻഡ്രോം. പിന്നെ ഹീമോഫീലിയ ഒക്കെ വരുന്നത് മെന്റേലിയൻ ഡിസോർഡറിലാണ്. മെന്റേലിയൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ, ക്രോമോസോമൽ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ക്രോമോസോമിന്റെ നമ്പറിൽ വ്യത്യാസം വരുമ്പോൾ ഉണ്ടാകുന്ന ഡിസീസാണ്. മെന്റേലിയൻ ഡിസീസ് എന്ന് പറയുമ്പോൾ ഈ ജനറ്റിക്കലി കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ഡിസീസാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ടേണർ സിൻഡ്രോം. അപ്പൊ ക്ലിൻഫിൽട്ടർ സിൻഡ്രോം എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ഈ കാരിയോ ടൈപ്പ് 44 + XXXY, അതായത് ഒരു എക്സ് ക്രോമോസോം കൂടുതലായിരിക്കും. ഓക്കെ, അടുത്തതെന്ന് പറയുമ്പോൾ ഡൗൺ സിൻഡ്രോം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാലോ, 21st ക്രോമോസോമിന്റെ ഒരു എക്സ്ട്രാ കോപ്പി കൂടി ഉണ്ടാകുന്നതാണ്. അപ്പൊ 45 ക്രോമോസോം പ്ലസ്, അതായത് ടോട്ടൽ 47 ക്രോമോസോം ഉണ്ടാവും. ഇത്രയേ ഉള്ളൂ. അത് മെയിലും ആവാം ഫീമെയിലും ആവാം. അപ്പൊ അടുത്തതിലേക്ക് പോവാം.